ഓക്കെ. അങ്ങനെ നമ്മള് പഴയ പോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ 2 ദിവസം തിരക്കായിരുന്നു. 2 ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. സോ തിരക്കൊക്കെ മാറി നമ്മളിനി പഴയ പോലെ തന്നെ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യും. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ആയിട്ട് എന്താണ് വന്നിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഗോൾഡിൽ ഒരു ട്രേഡ് ഉണ്ട്. ഓക്കെ. ഈ ട്രേഡിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ തിരിച്ചു വരവ് എന്താണ് പറയുക, ഒരു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു ട്രേഡിലൂടെ തന്നെ ആവട്ടെ. ഓക്കെ. സോ നമ്മൾ ഗോൾഡിൽ ഒരു ട്രേഡ് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഗോൾഡിലെ ട്രേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോസ് കിട്ടുന്നുണ്ട്, ചെറിയ ബോസ് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഇത് ബ്രേക്ക് ആയിട്ട് അടിയിലേക്ക് ഇറങ്ങി. ഓക്കെ. സോ വലിയൊരു എന്താണ് ഓർഡർ ബ്ലോക്ക് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത് ബ്രേക്ക് ആയതോടെ വലിയൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. കാരണം ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ചോദിച്ച് കിട്ടുന്നത്, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെയാണ് കിട്ടുന്നത്. ഓക്കെ. സോ നിങ്ങൾ ഈ ഒരു ട്രേഡ് നോക്കണവർ വിചാരിക്കും ഇവിടെയും നമുക്കൊരു ബോസ് ഉണ്ടായിട്ടില്ലേ എന്നുള്ളത്. ഇവിടെയും ബോസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഇത് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒരു 70% ഇവിടെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ നമ്മൾ എങ്ങനെ ട്രേഡ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 hour ആണ്. സോ 5 മിനിറ്റിലേക്ക് പോവുക. 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺഫർമേഷൻ എൻട്രി കിട്ടും. സോ ഇവിടെ നമുക്ക് കൺഫർമേഷൻ എൻട്രീൻ്റെ ഒരു ചെറിയ സൂചനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു 5 മിനിറ്റിൽ നമുക്കൊരു ചോദിച്ചിട്ടുണ്ട് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. സോ ഇവിടെ കുറച്ച് ഇറങ്ങി റീടെസ്റ്റ് അടിച്ചു. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ട്രേഡ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ക്രോസ് ചെയ്യുമല്ലോ, ഞാൻ ഒരു ലൈൻ മാർക്ക് ചെയ്ത് തരാം. സോ ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് ഇടേണ്ടത്. ഓക്കെ. സോ ഈ ഒരു ലൈനിൻ്റെ ഇത് പറയണത് 2914 ക്രോസ് ചെയ്താൽ 2914 ക്രോസ് ചെയ്താൽ മാത്രം ഇനി ട്രേഡ് ഇട്ടാൽ മതി. ഓക്കെ. 2014 ക്രോസ് ചെയ്താൽ മാത്രം ഇനി ട്രേഡ് ഇട്ടാൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ മുമ്പ് ആരും ട്രേഡ് ഇടണ്ട. ഇത് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു സെക്കൻഡ് OB ആയതുകൊണ്ട് തന്നെ എന്താണ് 70% ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ OB വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ട് മാത്രം ഇതാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പെൻഡിങ് ഓർഡർ വെച്ചിട്ടുണ്ട്. ഓക്കെ. പെൻഡിങ് ഓർഡർ വെച്ചിട്ടുണ്ട്. ഈ പെൻഡിങ് ഓർഡർ വെച്ചുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യിക്കോളും, ആ പൊസിഷൻ ട്രിഗർ ആയിക്കോളും, എന്നിട്ട് എൻ്റർ ആയിക്കോളും. ഓക്കെ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഒരു ചെറിയ എൻട്രി മൊഡ്യൂളാണ്, നിങ്ങളൊന്ന് ട്രൈ നോക്ക്. ഇപ്പം തന്നെ വലിച്ചു വാരി ട്രേഡ് ഇടണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വലിച്ചു വാരി ട്രേഡ് ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. പെൻഡിങ് ഓർഡർ വെച്ചോ, എന്നിട്ട് ട്രേഡ് ചെയ്തോ. സോ ഇതൊരു 70% കൺഫർമേഷൻ എൻട്രി ആണ്. സോ സെക്കൻഡ് OB ആണ്, ഫസ്റ്റ് OB അല്ല. ഫസ്റ്റ് OB ഇവിടെയാണ് വരുന്നത് കേട്ടോ. സോ അത് വാലിഡ് ആയില്ല, കയറിപ്പോയി. സെക്കൻഡ് OB എന്തായാലും വാലിഡ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഇനി ഇത് വാലിഡ് ആയില്ല എന്നുണ്ടെങ്കിൽ കയറിപ്പോവും. ഓക്കെ. അതേപോലെ തന്നെ നമ്മളെ ട്രേഡിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. ഓക്കെ. ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ്ലി വീഡിയോസ് ഉണ്ടാവും. വൈകുന്നേരം ഒരു വീഡിയോ ഉണ്ടാവും, നാളെ ഒരു വീഡിയോ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.